ഇടുക്കി എന്തായാലും ഞങ്ങൾ ജയിക്കും. ഇടുക്കിയിൽ ഇത്തവണ NDAക്ക് വിജയിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. BJPക്കാരൻ്റെ സ്ഥാനാർത്ഥികൾ വൈകാതെ പ്രഖ്യാപിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അന്തർധാരയും പരസ്യധാരയും ഉള്ളത് LDFും UDFുമാണ് സഹോദര. IND മുന്നണിയിലെ 2 പ്രധാനപ്പെട്ട ഘടകകക്ഷികളാണ് ഇവിടെ മത്സരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ ചോദ്യം ഞങ്ങളോട് ചോദിക്കുന്നത്? അല്ലല്ല, മുഖ്യ ശത്രുവൊന്നുമില്ല. IND മുന്നണിക്ക് CPMനും കോൺഗ്രസ് മുന്നണിക്കും മുഖ്യ ശത്രു BJP ആണ് അല്ലേ? BJPയെ തോപ്പിക്കുക എന്നുള്ളതാണല്ലോ. പിന്നെ എന്തിനാണ് ഈ ചോദ്യം ഇങ്ങോട്ട് തിരിച്ചൊരു വടകര ബേപ്പൂരിനെ പറ്റി ചോദിക്കുന്നത്? അല്ല, അതിന് അയാളോട് ചോദിക്കണം. ഞങ്ങൾക്ക് ഈ രണ്ടുപേരും കേരളത്തിന് ഗുണമില്ലാത്തവരാണ്. രണ്ടുപേരും കേരളത്തെ മാറ്റേണ്ടവരാണ്. അതിൽ യാതൊരു സംശയമില്ല. രാഹുൽ ഗാന്ധി വരുമോ? സോണിയാഗാന്ധി തടിയെടുത്തു എവിടുന്ന്? റായ്ബറേലിയിൽ നിന്ന്. ഇനി സോണിയാഗാന്ധി റായ്ബറേലിയിൽ ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് അതിൽ തടിയെടുത്തു. രാജ്യസഭയിൽ പോയി രാജസ്ഥാനിൽ. രാഹുൽ ഗാന്ധി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്നു കഴിഞ്ഞാൽ നോക്കാം. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഏറ്റവും ശക്തനായ മത്സരം CPI ആയിരിക്കില്ല. CPI എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ണറല്ലേ. രാഹുൽ ഗാന്ധിക്കെതിരെ NDAയുടെ മത്സരമായിരിക്കും ഉണ്ടാവും. വയനാട് തിരിച്ചെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വയനാട് തിരിച്ചെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ നല്ല കാൻഡിഡേറ്റ് ഉണ്ടാവും. തീരുമാനിച്ചിട്ടില്ല. BDJസുമായിട്ടുള്ള അന്തിമ ചർച്ചകൾ പൂർത്തിയായിട്ട്. വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കക്ഷികൾ പലരും വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, അവരെയൊക്കെ മുന്നണിയിലെടുക്കുന്ന കാര്യം തീരുമാനമായിട്ടില്ല. ചോദ്യത്തിൻ്റെ ഉദ്ദേശം മനസ്സിലായി. പ്രേമേന്ദ്രനോട് ചോദിക്കണം. യെസ്, കുറച്ച് മാറ്റങ്ങളുണ്ടായി. ശരിയാ, അത് പരിഹരിക്കാൻ നല്ല ശ്രമങ്ങൾ നടന്നു. BDJസുമായിട്ടുള്ള ഇഴയടുപ്പം കൂടിയിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. NDA എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞങ്ങളുടെ നല്ല പരിശ്രമത്തിലൂടെ NDA ശക്തിപ്പെടുത്താനുള്ള നല്ല നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ആ നീക്കങ്ങൾ വിജയം കണ്ടിട്ടുണ്ട്. താങ്ക് യു.